ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു AD24 മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറിനെ പറ്റിയുള്ള സെഷനാണ്. അതായത് നമുക്കിനി റീസെന്റ് ആയിട്ട് വരാൻ പോകുന്ന എക്സാംസ് എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സാംസ് എന്ന് പറയുന്നത് ബാങ്ക് എക്സാംസ് ഉണ്ട്, ഇൻഷുറൻസ് എക്സാംസ് ഒക്കെ ഇനിയിപ്പോൾ വരാൻ പോവാണ്. അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ന്യൂസ് പേപ്പർ റീഡിങ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് നമുക്ക് ബാങ്ക് എക്സാമിനായിരുന്നാലും ഇൻഷുറൻസ് എക്സാമിനായിരുന്നാലും ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ടാവും. അതിനകത്ത് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അപ്പൊ അതില് നമുക്ക് ആ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇപ്പോൾ PO ബേസ് ചെയ്തിട്ട് വരുന്ന എക്സാംസ്, അതായത് ഓഫീസർ ബേസ് ചെയ്തിട്ട് വരുന്ന എക്സാംസോ അല്ലെങ്കിൽ AO അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോ അങ്ങനെയുള്ള എക്സാംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ആ ഒരു കണ്ടന്റ്, ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് നല്ല ടഫായിട്ടുള്ള പാരഗ്രാഫ് ആയിരിക്കും. ഇത് മെയിൻലി ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ സെഷൻസിൽ നിന്ന് എടുത്തിട്ടുള്ള പാരഗ്രാഫ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് ആക്കി മാറ്റേണ്ട സമയമാണ്. കാരണം നമുക്ക് ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എറർ സ്പോട്ടിംഗ് ചെയ്യണം, ക്ലോസ് ടെസ്റ്റ് ചെയ്യണം, പിന്നെ അതുപോലെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ചെയ്യണം. അങ്ങനെ എന്തായിരുന്നാലും നമുക്ക് ആ ഒരു റീഡിംഗ് ഹാബിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ തന്നെ ഈസി ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാം, എങ്ങനെ എത്ര ഇഫക്റ്റീവ്ലി നമുക്ക് ബാങ്ക് എക്സാംസിന് വേണ്ടിയിട്ട് ആ ന്യൂസ് പേപ്പർ റീഡിങ് കാര്യങ്ങൾ കൊണ്ടുപോകാം എന്നുള്ളൊരു ചെറിയൊരു കാര്യം പറയുന്ന ഒരു സെഷനാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഹൗ ടു റീഡ് a ന്യൂസ് പേപ്പർ ഫോർ ബാങ്ക് എക്സാം. എങ്ങനെ നമുക്കത് റീഡ് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള വേ എങ്ങനെയാണ് ഒരു ന്യൂസ് പേപ്പർ റീഡ് ചെയ്ത് അതിൽ നിന്നും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ചൂസ് ദി റൈറ്റ് ന്യൂസ് പേപ്പർ. ഇപ്പൊ നമുക്ക് ബാങ്ക് എക്സാംസിന് ആണെങ്കിലും ഇൻഷുറൻസ് എക്സാമിനാണെങ്കിലും, അപ്പോൾ ഇതുപോലെ വരുന്ന എന്ത് എക്സാംസിനാണെങ്കിലും നമുക്ക് ഏറ്റവും നന്നായിട്ട് വായിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വായിച്ചാൽ കുറച്ചെങ്കിലും നല്ലൊരു സ്റ്റാൻഡേർഡ് ലെവൽ തോന്നുന്ന ഒരു ന്യൂസ് പേപ്പറാണ് ദ ഹിന്ദു. നല്ലൊരു ന്യൂസ് പേപ്പറാണ്. ആദ്യമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് വായിച്ച് ഒന്ന് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും നമ്മൾ ആ ഒരു ഫ്ലോയിലേക്ക് എത്തിക്കോളും. അപ്പോൾ ബിഗിനേഴ്സിന് ഒരിക്കലും പെട്ടെന്നൊന്നും ന്യൂസ് പേപ്പർ, അതായത് ഈ പറയുന്ന ഇത്രയും പേജസിലുള്ള ഒരു ന്യൂസ് പേപ്പർ നമുക്ക് പെട്ടെന്നൊന്നും വായിച്ചെടുക്കാൻ പറ്റില്ല. ചിലപ്പോ 4 to 5 hours വരെ എടുത്തെന്ന് വരും നിങ്ങൾക്ക് ആ ന്യൂസ് പേപ്പർ കംപ്ലീറ്റ് ആയിട്ടും അത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് കുറച്ച് നാളത്തേക്ക് ആ ഒരു ഇഫേർട്ട് നമ്മൾ എടുത്താലേ പറ്റുള്ളൂ. അത് ഒന്ന് പ്രാക്ടീസ് ആയി വരുമ്പോഴേക്കും പിന്നെ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നതിന്റെ ടൈം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ദ ഹിന്ദു ന്യൂസ് പേപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് ആയിരുന്നാലും പക്ക നല്ലൊരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ റീഡ് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ബാങ്ക് എക്സാംസിന് ഏറ്റവും നല്ലതാണ് ദ ഹിന്ദു പേപ്പർ റീഡ് ചെയ്യുക. അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ നല്ലതാണ്. പിന്നെ പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ എക്സ്പ്രസ് പറയാം. അതും ഒരുവിധം നല്ലൊരു ന്യൂസ് പേപ്പറാണ്. നമുക്ക് വായിക്കാം, നമുക്ക് വായിച്ച് നമ്മുടെ ആ വൊക്കാബുലറി കറക്റ്റ് ആക്കാനും ആ ഒരു ഫ്ലോ കറക്റ്റ് ആകാനും, പിന്നെ ഒരു സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ നമുക്ക് എന്താണ് ഈ പറയുന്ന ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വായിച്ചു നോക്കുക. ഇനി എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് എഴുതാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദു പേപ്പർ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ബാങ്കിങ് എക്സാംസിനായാലും ഇൻഷുറൻസ് എക്സാമിനായിരുന്നാലും ബാങ്കിങ് അവയർനെസ്, അതുപോലെ ഇൻഷുറൻസ് അവയർനെസ് പറയുന്ന ടോപ്പിക് ഉണ്ട്. നമുക്കത് എന്താണ് എക്സാമിന് അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ പേപ്പേഴ്സ് വായിക്കുക. ഫിനാൻഷ്യൽ പേപ്പേഴ്സ്, ഇക്കണോമിക് ടൈംസ് നല്ലതാണ്. ദ ഇക്കണോമിക് ടൈംസ് എന്ന് പറഞ്ഞ പേപ്പർ നല്ലതാണ്. പിന്നെ ഫിനാൻഷ്യൽ പേപ്പേഴ്സ് വരുന്ന രീതിക്കുള്ളത് ഏതാന്ന് വെച്ചാൽ നിങ്ങളത് വായിക്കാം. ഓക്കെ, ഇക്കണോമിക് ടൈംസ് നല്ലതാണ് കേട്ടോ. ഒരുവിധപ്പെട്ട ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ന്യൂസ് പേപ്പർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേജ് ഓർ ദ ഫ്രണ്ട് പേജ്. അപ്പോൾ ഫസ്റ്റ് പേജ്, ഫ്രണ്ട് പേജ്. അപ്പൊ നമ്മുടെ ന്യൂസ് പേപ്പറിന്റെ ഫസ്റ്റ് പേജ് അല്ലെങ്കിൽ ഫ്രണ്ട് പേജ് കാണുമല്ലോ. ഓക്കെ,
അതിൽ നമുക്ക് ഏറ്റവും എന്താ പറയാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ വരുന്നത് ഏറ്റവും ക്രിട്ടിക്കൽ ന്യൂസിന്റെ ഹെഡ്ലൈൻസ് കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് പേജിൽ, ആ ഒരു ഫ്രണ്ട് പേജിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, അതിൽ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അതുപോലെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ ഉണ്ടാവും. എന്നാലും ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ളതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പേജിൽ ഉണ്ടാവുക. പിന്നെ ഇറലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കി കളയാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. അപ്പൊ ഫ്രണ്ട് പേജ് അല്ലെങ്കിൽ ഫസ്റ്റ് പേജ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിനകത്ത് റെലവെന്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ വായിച്ചെടുത്തേക്കുക. ഇനി നെക്സ്റ്റ് എഡിറ്റോറിയൽ സെക്ഷൻ. എഡിറ്റോറിയൽ സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഡിറ്റോറിയൽ സെക്ഷൻ വെച്ച് ചിലപ്പോൾ പല ഒപ്പീനിയൻസ്, ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ, പിന്നെ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള എന്താണ് വിശകലനം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് എഡിറ്റോറിയൽ സെക്ഷനകത്ത് കിട്ടും. എഡിറ്റോറിയൽ പേജ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വൊക്കാബുലറിയും അത് കളക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ റീഡിങ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ എഡിറ്റോറിയൽ സെക്ഷൻ ബാങ്ക് എക്സാംസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, എഡിറ്റോറിയൽ സെക്ഷൻസ് വായിച്ച് കറക്റ്റ് ആയിട്ട് തന്നെ പോവുക. ഏതെങ്കിലും ഒന്ന് അറിയാൻ പാടില്ല, അതായത് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഡിക്ഷണറി യൂസ് ചെയ്യാം, നമുക്ക് ഗൂഗിൾ യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് തന്നെ അതിന്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ എന്ന് വായിക്കുമ്പോൾ കിട്ടുന്ന വൊക്കാബുലറി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിടുക. ഓക്കെ, അപ്പൊ എഡിറ്റോറിയൽ സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരിക്കലും ന്യൂസ് പേപ്പറിൽ ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്തതാണ് ഈ പറയുന്ന എഡിറ്റോറിയൽ പേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഡിറ്റോറിയൽ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബിസിനസ് ആൻഡ് ഇക്കോണമി. ബിസിനസ് ആൻഡ് ഇക്കോണമി, ഇപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന ന്യൂസ്, ഏറ്റവും റിലേറ്റഡ് ആയിട്ട് വരുന്ന ന്യൂസ്, അതുപോലെ ഇക്കണോമി പരമായിട്ടുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ GK സെക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതും നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിച്ചു പോകണം. ബിസിനസ് ആൻഡ് ഇക്കോണമി പേജ് കറക്റ്റ് ആയിട്ട് വായിച്ചു പോവാം. പിന്നെ വരുന്ന സ്പോർട്സ് എന്തായാലും ചോദിക്കും കേട്ടോ. സ്പോർട്സ് നമുക്ക് എന്തായാലും ഉണ്ടാവും. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇപ്പം റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ഏതെങ്കിലും എന്താണ് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് പോവാം. അതുപോലെ അത് വായിച്ചു തന്നെ പോകണം. സ്പോർട്സ് പേജ് ഒരിക്കലും മിസ്സാക്കരുത്. പിന്നെ വരുമ്പോൾ നമുക്ക് വേറുള്ള നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ന്യൂസസ് ഉണ്ടാവാം. അതായത് ഇപ്പൊ എവിടെയെങ്കിലും എന്താ പറയാ സമ്മിറ്റുകൾ നടന്നിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഏതെങ്കിലും രാജ്യത്തു നിന്നുള്ള ആൾക്കാർ നമ്മൾ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇതിനകത്ത് വരുന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നമ്മൾ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിലെ കൺട്രി, കറൻസി, ക്യാപിറ്റൽ, ഇതൊക്കെ അറിഞ്ഞിരിക്കുക. സ്റ്റാറ്റിക് GK വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റിക് GK ഇതെല്ലാം അനുസരിച്ചിട്ടാണ് സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന ഒരു എന്താണ് പോർഷൻ നമ്മുടെ GK അകത്ത് വരുന്നത്. അപ്പോൾ അതും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ അതർ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവൽ എന്താണ് ന്യൂസ് കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചേക്കുക. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു 2-3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്തിട്ട് അതിൽ ഏതൊക്കെയാണ് GS നിന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ GK നിന്ന് ചോദിച്ചിട്ടുള്ള, GA നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. ഇന്ന പാർട്ടിൽ നിന്ന് ഇത്ര ചോദിച്ചിട്ടുണ്ട്, ഇന്ന പാർട്ടിൽ നിന്നാണ് ഇത് ചോദിച്ചിട്ടുള്ളത് എന്നൊരു ഐഡിയ കിട്ടുമല്ലോ. അതിനനുസരിച്ചിട്ട് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി നമുക്ക് നെക്സ്റ്റ് എങ്ങനെയാണ് പേപ്പർ ഇഫക്റ്റീവ്ലി വായിക്കേണ്ടത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഹെഡ്ലൈൻസ് ആണ്. ഹെഡ്ലൈൻസ് വെച്ച് ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഹെഡ്ലൈൻസ് വായിക്കുക. നമുക്കൊരു ഹെഡ്ലൈൻ വായിക്കുമ്പോൾ തന്നെ ആ ഒരു ന്യൂസിന്റെ റെലവൻസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഹെഡ്ലൈൻസിൽ നിന്ന് നമ്മുടെ ബാക്കിയുള്ള ഇൻഫർമേഷനിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പൊ ഹെഡ്ലൈൻസ് ആണ് ആദ്യം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഇപ്പോ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ ഇപ്പോ റീസെന്റ് ഇപ്പോ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള റീസെന്റ് അഡിഷൻസ് ആയിട്ടുള്ള പോളിസീസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോളിസീസ് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഇനി എന്തെങ്കിലും ബില്ല് പാസ്സായിട്ടുണ്ട്, ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന വല്ല ബിൽസ് പാസ്സായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. നെക്സ്റ്റ്, ന്യൂ അപ്പോയിന്റ്മെന്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ബാങ്കിങ് സെക്ടറിലോ ഫിനാൻഷ്യൽ സെക്ടറിലോ അതുപോലെ വേറെ ഏതെങ്കിലും ഓർഗനൈസേഷൻസിലോ ഒക്കെ ന്യൂ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്.
ഗവൺമെന്റ് സ്കീംസ്, ഏതെങ്കിലും പുതിയ സ്കീംസ് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പഴയ സ്കീമിനെ അപ്ഡേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും അപ്ഡേഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. നെക്സ്റ്റ് സ്പോർട്സ്, ഞാൻ പറഞ്ഞു സ്പോർട്സിൽ വരുമ്പോൾ അതിന്റെ അവാർഡ്സ്, ഈവെന്റ്സ്, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഏതെങ്കിലും സ്പോർട്സ് പിന്നെ വരാനുള്ള അപ്കമിങ് ആയിട്ട് വരുന്ന സ്പോർട്സ് ഏതെങ്കിലും ഉണ്ടോ, അത് ഏത് രാജ്യത്താണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഏതെങ്കിലും ഇവന്റുകളോ സമ്മിറ്റുകളോ കോൺഫറൻസുകളോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇക്കണോമിക് ഇഷ്യൂസ് നമ്മുടെ വേൾഡ് നടക്കുന്ന വേരിയസ് പാർട്സ് നടക്കുന്ന ഇക്കണോമിക് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ബാങ്കിങ്ങിനൊക്കെ ചോദിച്ചു വരാറുള്ളത്. ഇനി ബാങ്കിങ് എക്സാം ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നല്ല പോലെ നോക്കിക്കോളാം. ഇപ്പോൾ RBI ഏതെങ്കിലും പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലോ, RBIയിലെ മോണിറ്ററി പോളിസിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലോ, അതുപോലെ RBI വേറെ ഏതെങ്കിലും ബാങ്കുകൾക്ക് ഫൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ടെങ്കിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഏതെങ്കിലും ഒരു MOUന് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി ഇൻഷുറൻസ് ലെവൽ എക്സാം ആണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾക്കായിരിക്കും പ്രാധാന്യം കൂടുതൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേക്കിംഗ് നോട്ട്സ്. അപ്പോൾ നമ്മളിത് വായിക്കുക മാത്രമല്ല, ഒരു പേപ്പർ വായിച്ച് അതിൽ നിന്ന് എന്തൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡേ ടു ഡേ കളക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതുപോലെ നോട്ട്സ് കളക്ട് ചെയ്തെടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ 24/7 നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആയിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നോട്ട് ചെയ്തെടുത്താലും മതിയാവും. എന്നിട്ട് അതിന്റെ ന്യൂസ് കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക. അപ്പൊ ടേക്കിംഗ് നോട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൊക്കാബുലറി, നിങ്ങൾ ഡെയിലി വായിക്കുന്ന വൊക്കാബുലറി നിങ്ങൾ എന്ത് ചെയ്യാം, ഡിക്ഷണറി നോക്കി അതിന്റെ മീനിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കി വെച്ചേക്കുക. അതിലെ ആന്റണിംസ്, സിനോണിംസ് കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് വരുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി എന്താണ് ബെനിഫിറ്റ്സ്, ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴുള്ള ബെനിഫിറ്റുകൾ എന്താണ്? ഓക്കെ, ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു ഫാസ്റ്റ് റീഡർ ആവും. നല്ലപോലെ ന്യൂസ് പേപ്പർ വായിക്കാനും ആ ഒരു ലാംഗ്വേജുമായിട്ട് നല്ലപോലെ പൊരുത്തപ്പെടാനും ഒക്കെ നമുക്ക് സാധിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമ്മുടെ റീഡിങ് കോംപ്രിഹെൻഷനിൽ, അതുപോലെ റീഡിങ് സ്കിൽസിനൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, പിന്നെ വൊക്കാബുലറി, ഗ്രാമർ, ഒരു ഇവന്റിനെ പറ്റിയുള്ള ഒരു നോളജ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള നോളജ്, അതിലെല്ലാം നമ്മൾ അവെയർ ആയിരിക്കും ന്യൂസ് പേപ്പർ വായിച്ചു കഴിയുമ്പോഴേക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് SBI പോലുള്ള എക്സാമുകൾക്ക്, PO എക്സാംസുകൾക്ക് GD പോലുള്ള സംഭവമുണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ ഉണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ഏറ്റവും റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ അവർ തരിക. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് പറയാനും ഒക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് വർദ്ധിപ്പിക്കും. ആ ഒരു വേർഡ് യൂസേജിന്റെ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആ റൈറ്റിംഗ് സ്കില്ല്, റീഡിങ് സ്കില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് അത് നല്ലപോലെ ഇംപ്രൂവ് ചെയ്യുകയും നല്ലപോലെ തന്നെ നമുക്ക് പെർഫോം ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ ഇത്രയാണ് നമുക്കൊരു ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത്. അപ്പോൾ നാഷണലി ആയാലും ഇന്റർനാഷണൽ ലെവൽ ആയിരുന്നാലും നമുക്ക് ആ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവുക, കൂടുതലും അവയർനെസ് നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഞാൻ എങ്ങനെയാണ് നമ്മുടെ ന്യൂസ് പേപ്പർ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പർ ഇങ്ങനെയാ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും എന്ത് ചെയ്യാം, റീഡ് ചെയ്യാം. അതല്ല നമുക്ക് പേപ്പർ വാങ്ങിച്ചിട്ടായാലും നിങ്ങൾക്ക് റീഡ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഫ്രണ്ട് പേജിൽ കണ്ടോ, ഫ്രണ്ട് പേജിൽ നമുക്ക് വരുന്ന ന്യൂസസ് എങ്ങനത്തെയാണെന്നുള്ളത് കുറെ അഡ്വർടൈസ്മെന്റ് കാണും, കുറെ എന്റർടൈൻമെന്റ് വരുന്ന ഇത് കാണും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ന്യൂസസ് ആണ് നമുക്ക് ഈ വരിക. അതായത് ഇപ്പൊ ഇതിലാണെങ്കിൽ കേജ്രിവാളിന്റെ ഇത് ഇപ്പം 31st ആണെന്ന് തോന്നുന്നു കേട്ടോ, May 31st ന്യൂസ് ആണ്. കണ്ടോ, ഇതില് ഈ ഒരു ന്യൂസ് ഇമ്പോർട്ടന്റ് ആണ്. കേട്ടോ, അതിന് വരുന്ന ന്യൂസ് കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഹെഡ്ലൈൻ വരുന്നതാണ് നമുക്ക് ഫ്രണ്ട് പേജിൽ വരിക. ഇനി നെക്സ്റ്റ് നമ്മുടെ സിറ്റി ബേസ് ചെയ്ത് വരുന്ന ന്യൂസ് ആണ് ഈ സംഭവങ്ങൾ വരുന്നത്. സിറ്റി ബേസ് ചെയ്ത് വരുന്ന ന്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
നെക്സ്റ്റ് സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ട് വരുന്ന ന്യൂസ് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് നോക്കി നമ്മളത് ഫിൽട്ടർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സ്റ്റേറ്റ് ബേസ് ചെയ്ത ഒരുപാട് ന്യൂസും കാര്യങ്ങളും ഇപ്പൊ ഇലക്ഷൻ ഒക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ന്യൂസും ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇലക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വന്നിട്ടുള്ളത്. സ്റ്റേറ്റ് ബേസ് ചെയ്ത് വരുന്നുണ്ട്. എഡിറ്റോറിയൽ ഉണ്ട്. ഞാൻ പറഞ്ഞു എഡിറ്റോറിയൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അതിലേതാ ഈ വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിലിപ്പം ഇൻസീഡിയസും ഇൻസെൻഡിയറിയും ആണ്. അപ്പം ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങൾ വായിച്ചു നോക്കുക. ഏറ്റവും നല്ല ഇതാണ് ഇന്ത്യ ലിബറലിസം ആൻഡ് ക്രൈസ്തവ ലെജിറ്റിമസി. ഇത് ആക്ച്വലി നമുക്ക് ഇപ്പോ ഏതെങ്കിലും എക്സാംസിന് ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമുക്ക് ചോദിക്കാം. ഇപ്പൊ HCA ഒക്കെ എക്സാംസിന് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എസ്സേ ചോദിക്കാറുണ്ട്. അതുപോലെ IBPS POന് ഡിസ്ക്രിപ്റ്റീവ് ചോദിക്കാറുണ്ട്. ഓക്കെ, എസ്സേ റൈറ്റിംഗും അതുപോലെ ലെറ്റർ റൈറ്റിംഗും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ എഡിറ്റോറിയൽ പേജിൽ നിന്നാണ് എടുക്കുന്നത്. അത് മാത്രമല്ല റീഡിംഗ് കോംപ്രിഹെൻഷനും ഈ പറയുന്ന എഡിറ്റോറിയൽ പേജിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വായിച്ച് മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യണം. അപ്പൊ എഡിറ്റോറിയൽ പേജ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 എഡിറ്റോറിയൽസ് ഉണ്ട്. അതായത് ഇതും ഉണ്ട്. ഇതും വായിക്കണം, ഇതും വായിക്കണം. ഇപ്പത്തെ ഈ സൈഡിൽ തന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിന്റെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് കണ്ട അമൃത് സ്കീമിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വായിച്ചോളണം. അമൃത് സ്കീം എന്താണെന്നുള്ളതും അത് എപ്പോഴാണ് വന്നിട്ടുള്ളത്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. സ്ട്രാറ്റജിക്കകത്ത് വരാവുന്നതാണ്. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇപ്പോഴത്തെ ന്യൂസ് കാര്യങ്ങളൊക്കെ വായിച്ചേക്കാം. ഓക്കെ, ഇതില് ഡെയിലി ക്വിസ് കാര്യങ്ങൾ കണ്ടോ ഇവിടെ വന്നിട്ടുള്ളത്. ഈ ക്വിസും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇങ്ങനെ വരുന്ന ക്വിസ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ വരുന്ന നമ്മുടെ എന്താണ് സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അല്ലെ. ഈ സൈക്ലോൺസ് വന്നിട്ടുള്ള പുതിയ സൈക്ലോൺസ് ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ വായിച്ചേക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പർ വരുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് ഇതുപോലെ എന്റർടൈൻമെന്റിന് വേണ്ടി സുഡോക്കു കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഫ്രീ ടൈമിൽ ചെയ്യുന്നത് നല്ലതാണ്. നെക്സ്റ്റ് നമുക്ക് ബിസിനസ് റിലേറ്റഡ്, ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വായിക്കണം. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമി ആൻഡ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുക. ഓക്കെ, പിന്നെ വേൾഡ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേൾഡ് റിലേറ്റഡ് ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന കൺട്രികളുണ്ടല്ലോ അതിന്റെ സ്റ്റാറ്റിക് GKകളൊക്കെ ആയിരിക്കും ചോദിക്കുക. ഇപ്പോഴത്തെ എന്താണ് അതിന്റെ കറൻസി എന്താണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഇപ്പൊ റഫാനെ പറ്റിയിട്ടൊക്കെ ആണല്ലോ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി വെച്ചേക്കുക. ഓക്കെ, പിന്നെ സ്പോർട്സ് കണ്ടോ, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് നോക്കി വെച്ചേക്കുക. അപ്പൊ സ്പോർട്സ് പേജ്, അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് സുനിൽ ഛേത്രിയെ പറ്റിയിട്ട് പറയുന്നുണ്ടല്ലേ. സുനിൽ ഛേത്രി, യെസ്. അപ്പം ഛേത്രിയെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് സ്റ്റാറ്റിക് GKയിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കുക. ഛേത്രി ഏത്, അതായത് അത് റിലേറ്റ് ചെയ്ത് വരുന്ന എന്ത് പ്ലേ ആണെന്നുള്ള ചോദിക്കുക. സ്പോർട്ട് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇപ്പൊ ഒരു വേർഡ് കിട്ടിയാൽ മതി. PV സിന്ധുവിനെ പറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് സ്പോർട്ട് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അങ്ങനെയൊക്കെ നമുക്ക് സ്ട്രാറ്റജി GKയിൽ വരാറുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് നോക്കാം. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ഇത് വരുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കുക, വായിച്ചു നോക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ സയൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പേജും ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിലും സയൻസ് ക്വിസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ. അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് ഏതെന്ന് ചോദിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ന്യൂസ് പേപ്പർ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ന്യൂസ് പേപ്പർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ന്യൂസ് പേപ്പർ ഈ രീതിക്ക് തന്നെ നിങ്ങൾ വായിച്ചു പോവുക. എഡിറ്റോറിയൽസ് ഒരിക്കലും മിസ്സാവാണ്ട് നമ്മൾ പുതിയ കാര്യങ്ങളുള്ളതൊക്കെ നോട്ട് ചെയ്ത് നമ്മളൊരു 2 to 3 hours ന്യൂസ് പേപ്പറിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ച് നിങ്ങൾ വായിക്കുക. ഇന്നത്തെ പേപ്പർ രാവിലെ ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ സമയം കിട്ടില്ല. ഇപ്പൊ ഇന്നത്തെ പേപ്പർ വന്നിട്ട് രാത്രി നിങ്ങളൊന്ന് വായിച്ചാലും മതി. അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തലേ ദിവസം പേപ്പർ വായിച്ചാലും മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ പേപ്പർ കറക്റ്റ് ആയിട്ട് വായിച്ച്
പോവാന്നുള്ളതാണ്, അപ്ഡേറ്റ് ചെയ്ത് പോവാന്നുള്ളതാണ്. ഒരു ദിവസം പോലും പേപ്പർ മിസ്സാക്കാണ്ട് അപ്ഡേറ്റ് ചെയ്ത് പോവാന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ആപ്പിനകത്ത് തന്നെ നിങ്ങൾക്ക് ഡെയിലി ക്വിസ് കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇപ്പൊ ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇത് ഓൺലൈൻ വഴി നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വായിക്കാം, അല്ല നിങ്ങൾക്ക് പേപ്പർ മേടിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പം എങ്ങനെയായിരുന്നാലും നിങ്ങൾ ആ ഒരു റീഡിംഗ് ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ നമ്മുടെ മന്ത് എൻഡ് ആണ്. അപ്പൊ മന്ത് എൻഡ് ആയതുകൊണ്ട് മന്ത് എൻഡ് കഴിഞ്ഞു, ഇപ്പൊ നമുക്ക് ജൂൺ മാസം തുടക്കമാണ്. അപ്പൊ മന്ത് എൻഡിന്റെ ഓഫർ ഇപ്പോഴും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തേക്കുവാണ്. ഇന്നും കൂടെ ഉള്ളൂ. അപ്പൊ 17% ഓഫ് ആണ് വരുന്നത്. ഏത് പ്രോഡക്റ്റ് എടുത്താലും ഡബിൾ വാലിഡിറ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ബാങ്ക് എക്സാംസ് നമുക്കിപ്പം ഓക്കെ, ബാങ്ക് എക്സാംസിന്റെ ഒരു ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ 24/7 മലയാളം ചാനൽ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക. അതിന് വരുന്ന ഫസ്റ്റ് ലിങ്ക് എടുക്കുക. അതിൽ കുറച്ചൊന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ബാങ്ക് എക്സാം ഫൗണ്ടേഷൻ കാണാൻ സാധിക്കും. ബാങ്ക് ഫൗണ്ടേഷൻ ബാച്ച് കാണാൻ സാധിക്കും. അത് ജൂൺ 18-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതില് 120 അവേഴ്സിന്റെ ലൈവ് ക്ലാസ്സും 214 ടെസ്റ്റ് സീരീസുകളും 559 ഇ ബുക്കുകളും അവൈലബിൾ ആണ്. ഇതിന്റെ റിയൽ പ്രൈസ് വന്നിട്ട് 1564 രൂപയാണ്. ലൈവ് ക്ലാസ് വിത്ത് റെക്കോർഡ് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കറക്റ്റ് നമ്മുടെ സിലബസ് പ്രകാരം തന്നെയാണ്. പ്രിലിംസ് ബേസ് ചെയ്തിട്ട് വരുന്ന ബാച്ച് ആണ്. നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുന്നവർക്ക് കൂപ്പൺ കോഡ് Y340 കൊടുക്കുക. Y340 കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് 1298 രൂപയ്ക്ക് ഒരു ബാച്ച് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ജോയിൻ ചെയ്യുക. കറക്റ്റായിട്ട് ആ ഒരു സിലബസ് പ്രകാരം നിങ്ങൾ പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.